ട്രാവൽ വിത്ത് ഹാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജർമ്മനിയുടെ പഴയ തലസ്ഥാനമായ ബോണിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മുഴുവനും കാണുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗൈൻ വെൽക്കം ടു ട്രാവൽ വിത്ത് ഹാൻഡ്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള ഒരു യാത്രയാണ് ജർമ്മനിയുടെ പഴയ തലസ്ഥാനമായ ബോണിലേക്ക്. അത് മറ്റൊന്നും കൊണ്ടല്ല, ബോൺ നഗരം ഞങ്ങളെ കാണിക്കുവാനായി കൊണ്ടുപോകുന്നത് ഒരു ജർമ്മൻ പൗരയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കെങ്ങനെയാണ് ഈ ജർമ്മൻകാരെയൊക്കെ പരിചയമെന്ന്. എൻ്റെ പരിചയം വെച്ചല്ല, വർഷങ്ങളായി ജർമ്മനിയിൽ താമസിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഈ ജർമ്മൻ മുത്തശ്ശിയെ ഞാൻ പരിചയപ്പെടുന്നത്. ഇന്ത്യക്കാരായി ഞങ്ങൾ ജർമ്മനി കാണാൻ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഈ മുത്തശ്ശി ഞങ്ങൾക്ക് വേണ്ടി ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് വച്ചിരിക്കുകയാണ്. ഇവിടെ ജർമ്മനിയിൽ ഒരാളെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ പോലെ വെറുതെ അങ്ങോട്ട് കയറി ചെന്നാൽ പോരാ. ആദ്യം തന്നെ അവരുടെ അവൈലബിലിറ്റി മനസ്സിലാക്കിയതിന് ശേഷം അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യണം. പിന്നെ ആരാണോ നമ്മളെ അതിഥിയായി ക്ഷണിക്കുന്നത് അവരാണ് നമ്മുടെ ആ ഒരു ദിവസത്തെ എല്ലാ ചെലവുകളും വഹിക്കുന്നത്. അതെ, ഇവിടെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് ചുരുക്കം. ഞങ്ങൾ താമസിക്കുന്ന ക്രെഫൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട് ബോൺ എന്ന നഗരത്തിലേക്ക്. ഒരു ജർമ്മൻ വീട് എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയാനുള്ള ഒരു കൗതുകവും എന്നിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുള്ളിക്കാരിയെ എന്തായാലും ഒന്ന് കണ്ടേക്കാമെന്ന് ഞാനും തീരുമാനിച്ചത്. അങ്ങനെ നിറയെ വൃക്ഷങ്ങളും പൂക്കളും നിറഞ്ഞ ഒരു ചെറിയ നിരത്തിലൂടെ ഞങ്ങളുടെ കാർ കടന്നുപോയി. മനോഹരമായ ധാരാളം വീടുകളും അതിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന കാറുകളും. ഇത് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണ്. ഇവിടേക്കാണ് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത്. ഇവിടെ തന്നെ വേറെ ഒരു ഡോറ് കൂടി നമുക്ക് കാണാം. ഈ ഡോറ് പുറത്തേക്കുള്ള വഴിയാണ്. പുറത്തെ പറമ്പിലേക്ക് ആ ഡോറിൽ കൂടി കയറിപ്പോകാം. അതുപോലെ തന്നെ ജാക്കറ്റും മറ്റും ഇടുവാനുള്ള സ്ഥലവുമുണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ ഡ്രൈ ഫ്ലവേഴ്സാണ്. ഇവിടെ തന്നെ ഉണ്ടായ പല ചെടികളും പൂവുകളും ഡ്രൈ ആക്കി വെച്ചിരിക്കുകയാണ് അവിടെ. തറയെല്ലാം തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെയർ കേസും തടികളാൽ നിർമ്മിതമാണ്. കാർപ്പറ്റുകൾ വിരിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും. അങ്ങനെ കയറി ചെന്നപ്പോൾ വളരെ മനോഹരമായ ഒരു വിസിറ്റിംഗ് ഏരിയ. ഇൻസ്റ്റാഗ്രാമിലും മറ്റും നല്ല വൃത്തിയായി അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള വിസിറ്റിംഗ് റൂമുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ധാരാളം ചെടികളും പൂവുകളും ഒക്കെയായി അലങ്കരിച്ച് വെച്ചിരിക്കുന്ന വീടാണിത്. ഇതാണെങ്കിൽ ഇത്രയും മനോഹരമായി എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് വർണ്ണിക്കാൻ തന്നെ സാധിക്കുന്നില്ല. കാരണം എൻ്റെ സ്വപ്നത്തിലുള്ള ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെടികളാൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഈ ജനൽ കൂടി പുറത്തേക്ക് നോക്കിയാൽ കാണുന്നത് ഇവിടുത്തെ ചെറിയ ഗാർഡനാണ്. ഇതിനെ എല്ലാത്തിനേക്കാട്ടിലും ഉപരിയായി എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ഈ ആതിഥേയെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ്. ആനി ക്രേമർ എന്നാണ് ഈ ജർമ്മൻകാരിയുടെ പേര്. 86 വയസ്സുള്ള ഒരു മുത്തശ്ശിയാണിവ. ഈ വീടും ചെടികളും പരിസരവുമെല്ലാം ഇങ്ങനെ മനോഹരമായി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ മുത്തശ്ശി ഒരാളാണ്. അവിടെ ഒരാൾ പോലും വീട്ടു ജോലിക്കായി വരുന്നില്ല. എല്ലാം അവർ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു അത്ഭുതമാണ് തോന്നിയത്. 30കളിലും 40കളിലും പോലും സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്ന എന്നെപ്പോലുള്ള ഓരോരുത്തർക്കും ഒരു വലിയ ഇൻസ്പിറേഷനാണ് ആനി ക്രേമർ. ഓരോ ഫെസ്റ്റിവൽ സീസണിലും ആ ഒരു ഫെസ്റ്റിവലിനനുസരിച്ചിട്ട് ആ വീടിൻ്റെ രൂപഭംഗി മാറിക്കൊണ്ടിരിക്കും. ഞാൻ ചെന്നത് ഒരു ഈസ്റ്റർ സമയത്തായതുകൊണ്ട് തന്നെ ഈസ്റ്റർ എഗ്ഗുകളും ബണ്ണികളും ഒക്കെയായിട്ട് ആ വീട് നിറച്ചിരിക്കുകയായിരുന്നു. ഇത് അവിടുത്തെ ഗാർഡനാണ്. ഗാർഡൻ ഇപ്പോൾ തണുപ്പുകാലം കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ശരിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടില്ല എന്നാണ് ആനി മുത്തശ്ശി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തണുപ്പ് മാറി ചൂടുകാലം ആകുമ്പോഴേക്കും ഈ പറമ്പ് മുഴുവനും ചെടികളും പൂക്കളും കൊണ്ട് നിറയും. Die gehen an Osterglocken. Das Gelbe oben fressen die. Hier, deshalb habe ich die jetzt mal hier hingestellt. മുത്തശ്ശി പറമ്പിലുണ്ടായിരുന്ന ചെടികളെക്കുറിച്ചൊക്കെ കാര്യമായി തന്നെ വിശദീകരിച്ചു തന്നു. എല്ലാം ജർമ്മൻ ഭാഷയിലാണ്. എൻ്റെ കൂടെ വന്നവർക്കൊക്കെ ആ ഭാഷ മനസ്സിലാവുന്നത് കൊണ്ട് ട്രാൻസ്ലേറ്ററായിട്ട് പ്രവർത്തിക്കുന്നതും അവർ തന്നെയാണ്.
86 വയസ്സുള്ള മുത്തശ്ശി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുത്തശ്ശിയുടെ അച്ഛനും അമ്മയും ഒക്കെ മരണപ്പെട്ടു. അതിനുശേഷം ആകെയുണ്ടായിരുന്ന സഹോദരനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. പിന്നെ കല്യാണമൊന്നും കഴിക്കാതെ മുത്തശ്ശി ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിതം ആസ്വദിച്ച് നടക്കുകയാണ്. ഇവിടെ ഭിത്തിയിൽ തൂക്കിയിരിക്കുന്ന പല ചിത്രങ്ങളും ആനി മുത്തശ്ശിയുടെ ബ്രദർ വരച്ചതാണ്. അതുപോലെ തന്നെ തണുപ്പുകാലമൊക്കെ മാറി ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന സമയമാകുമ്പോൾ മുത്തശ്ശിയുടെ പറമ്പിലുണ്ടാകുന്ന എല്ലാ പഴവർഗ്ഗങ്ങളും എടുത്ത് പ്രത്യേക തരത്തിൽ ജാം ഉണ്ടാക്കി സൂക്ഷിക്കുക എന്നതും മുത്തശ്ശിയുടെ ഹോബി തന്നെയാണ്. അങ്ങനെ ഒരു ജാമിൻ്റെ ബോട്ടിൽ എനിക്കും കിട്ടിയിരുന്നു. മുത്തശ്ശിയുടെ കിച്ചണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള വീട് കാണാം. അതുപോലെ തന്നെ അതിനടുത്ത് ഒരു ടേബിളും അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ജനൽ പടികളിലെല്ലാം കള്ളിമുൾ ചെടികൾ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പഴയ റേഡിയോയും ആ അടുക്കളയിൽ തന്നെയുണ്ട്. അവിടെ തന്നെയാണ് നമുക്ക് കഴിക്കുവാൻ വേണ്ടിയുള്ള ഡൈനിങ് ടേബിളും ചെയറും ഇട്ടിരിക്കുന്നത്. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന പെൻഷനാണ് ആനി മുത്തശ്ശിയുടെ വരുമാന മാർഗം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങി ബോൺ ടൗണിലേക്ക് നടക്കുവാൻ ആരംഭിച്ചു. നടന്നല്ല കേട്ടോ പോകുന്നത്, നമുക്ക് ബസ് സ്റ്റോപ്പിലേക്കാണ് പോകേണ്ടത്. ഈ സ്റ്റോപ്പിൽ നിന്നും ബസ്സിൽ കയറിയാൽ നമുക്ക് ബോൺ ടൗണിലെത്താം. അധികം ദൂരമൊന്നുമില്ല. ബസ് സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്ന ഒരു പോസ്റ്റിൽ ഘടിപ്പിച്ചിരുന്ന മഞ്ഞ കളറിലുള്ള ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തു. അടുത്തതായി വരുന്ന ബസ്സിൻ്റെ സമയവും അതുപോലെ തന്നെ അത് എങ്ങോട്ടേക്കുള്ള ബസ്സാണെന്നും ഒക്കെയുള്ള ഇൻഫർമേഷനുകൾ തരുന്ന ഒരു ഓഡിയോയാണ് അപ്പോൾ ഞങ്ങൾ കേട്ടത്. കണ്ണ് കാണാത്തവർക്കും പ്രായമായവർക്കുമൊക്കെ ശരിക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ കണ്ടത്. കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് പോകുവാനുള്ള ബസ് അവിടെ എത്തി. ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കാൻ പോലും ആനി മുത്തശ്ശി സമ്മതിച്ചില്ല. ഇവിടെ അങ്ങനെയാണത്രേ ആചാരം. ആരാണോ നമ്മളെ അതിഥികളായി വിളിക്കുന്നത് അവരാണ് നമ്മുടെ എല്ലാ ചിലവും എടുക്കേണ്ടതെന്ന് ആദ്യം തന്നെ എൻ്റെ സുഹൃത്ത് ഇൻസ്ട്രക്റ്റ് ചെയ്തിരുന്നു. എന്നിട്ടും ഞാനത് ഓർക്കാതെയാണ് ടിക്കറ്റ് ഞാൻ എടുക്കാമെന്ന് ഒരു ഓഫർ കൊടുത്തത്. മുത്തശ്ശിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും മുത്തശ്ശി ടിക്കറ്റൊക്കെ എടുത്തു. ഞങ്ങൾ ബോൺ നഗരത്തിലേക്ക് യാത്ര തുടങ്ങി. വളരെ വൃത്തിയുള്ള നിരത്തുകൾ, അതുപോലെ തന്നെ നല്ല മനോഹരമായ ഒരു നഗരം. ജർമ്മനിയിലെ ബോൺ യൂണിവേഴ്സിറ്റിയുടെ കോമ്പൗണ്ടിന് മുന്നിൽ കൂടിയാണ് ഇപ്പോൾ നമ്മുടെ ബസ് പോകുന്നത്. ഏകദേശം 248 വർഷങ്ങൾക്ക് മുൻപാണ് യൂണിവേഴ്സിറ്റി ഓഫ് ബോൺ സ്ഥാപിതമായത്. ദൈവശാസ്ത്രവും നിയമശാസ്ത്രവും ഫാർമസിയും ജനറൽ സ്റ്റഡീസുമാണ് ഇവിടെ പ്രധാനമായും പഠിപ്പിക്കുന്നത്. അങ്ങനെ വഴിയിലെ കാഴ്ചകളെല്ലാം കണ്ട് കുറച്ചു നേരം യാത്ര ചെയ്ത് ഞങ്ങൾ ജർമ്മനിയുടെ ആദ്യ തലസ്ഥാനമായ ബോൺ നഗരത്തിൽ എത്തി. എവിടെ തിരിഞ്ഞു നോക്കിയാലും ധാരാളം പള്ളികളുള്ള ഒരു നഗരം കൂടിയാണ് ബോൺ. പടിഞ്ഞാറൻ ജർമ്മനിയിലെ റൈൻ നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു നഗരം കൂടിയാണ് ബോൺ നഗരം. 1949 മുതൽ 1990 വരെ വെസ്റ്റ് ജർമ്മനിയുടെ തലസ്ഥാനമായിട്ടായിരുന്നു ബോൺ നഗരം സ്ഥിതി ചെയ്തിരുന്നത്. 11ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ബോൺ മിനിസ്റ്റർ എന്ന കാത്തലിക് ചർച്ചാണ് ഈ കാണുന്നത്. ബോണിൻ്റെ രക്ഷാധികാരികളായിരുന്ന കാസിയാസിൻ്റെയും ഫ്ലോറൻസിയാസിൻ്റെയും ശവകുടീരത്തിന് അരികിലാണ് ഈ ഒരു ബസലിക്ക പണിതിരിക്കുന്നത്. ക്രിസ്തുമത വിശ്വാസത്തിൻ്റെ പേരിൽ റോമൻ പടയാളികളായിരുന്ന ഈ രണ്ടുപേരുടെയും ശിരച്ഛേദനം നടത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓർമ്മയ്ക്കായി ഈ രണ്ടുപേരുടെയും ശിരസ്സുകൾ പണി കഴിപ്പിച്ച് അവിടെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ കോളോൺ ആർച്ച് ബിഷപ്പിൻ്റെ കത്തീഡ്രൽ ചർച്ചായും ഈ പള്ളി പ്രവർത്തിച്ചിരുന്നു. 1000 വർഷത്തോളം പഴക്കമുള്ള ഈ ഒരു ദേവാലയത്തിൻ്റെ പണികൾക്കായി 2014 ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിക്കുകയും ഈ പള്ളിയുടെ വിള്ളലുകളും നിലവറയിലെ വൈദ്യുതിയുടെ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ശരിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഗോത്തിക് വാസ്തുവിദ്യ ഉപയോഗിച്ചാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. പള്ളിയുടെ നടുവിലായി ഒരു നടുത്തളവും അവിടെയായി ധാരാളം പച്ചപ്പുല്ലുകൾ പിടിപ്പിച്ചിട്ടുമുണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാനായി വരുന്നുണ്ട്. കുർബാനയില്ലാത്ത സമയം ഇവിടം ടൂറിസ്റ്റുകൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇപ്പോഴും ഇവിടുത്തെ പല മെയിൻ്റനൻസ് വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ആനിമുത്തശ്ശി മേടിച്ച ഏതോ ഒരു പുസ്തകം ഒരു കവറിനുള്ളിലാക്കുവാനായി മരിയയുടെ സഹായം തേടുകയാണ്. എന്തായാലും രണ്ടുപേരും കൂടി എങ്ങനെയൊക്കെയോ ആ പുസ്തകം ആ കവറിൻ്റെ ഉള്ളിലാക്കി. രണ്ടുപേർക്ക് സന്തോഷവുമായി. ഇറങ്ങി വരാൻ നേരമാണ് പള്ളിയുടെ ഒരു സൈഡിലായി ഒരു കൂടയിൽ കുറേ ചെടിയുടെ ശേഖരങ്ങൾ ഇട്ടിരിക്കുന്നത് കണ്ടത്. നമ്മുടെ നാട്ടിൽ ഓശാന ഞായറാഴ്ചയ്ക്ക് കുരുത്തോലയാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെയൊക്കെ കൊടുക്കുന്ന കുരുത്തോലയ്ക്ക് പകരം ഈ ഒരു ചെടിയുടെ ശിഖരമാണ്.
ഓശാന ഞായറാഴ്ച വന്ന് കുരുത്തോല അല്ലെങ്കിൽ ഈ ശിഖരം എടുക്കാൻ സാധിക്കാത്തവർക്ക് എടുക്കുവാൻ വേണ്ടി പാകത്തിലാണ് അവിടെ വെച്ചിരിക്കുന്നത്. ആ ചർച്ചിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ എത്തുന്നത് ബോൺ സ്ക്വയറിലേക്കാണ്. ബോൺ നഗരത്തിൻ്റെ സെൻട്രൽ ഏരിയ. ക്രിസ്മസ് സീസണിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമായിരിക്കുമെന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്. ധാരാളം ചെറിയ കടകളും ഒരുപാട് ലൈറ്റുകളും ഒക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ തെരുവായിരിക്കും ബോൺ നഗരത്തിൻ്റെ ഈ മധ്യഭാഗം ആ സമയത്ത്. ലോക പ്രശസ്തനായ സംഗീതജ്ഞൻ ബിഥോവൻ്റെ ജന്മദേശം കൂടിയാണ് ബോൺ. ബിഥോവൻ്റെ മ്യൂസിയവും ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോൾ ഒരു മ്യൂസിയമായിട്ടാണ് വർത്തിക്കുന്നത്. അവിടെ കയറാൻ ആനി മുത്തശ്ശിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളും അവിടേക്ക് കയറിയില്ല. ഈ ഒരു ചെറിയ മിഷനിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബിഥോവൻ്റെ സ്റ്റോറി കാണുവാൻ സാധിക്കും. ധാരാളം ബ്രാൻഡഡ് സ്റ്റോറുകളാൽ നിറഞ്ഞ ഒരു തെരുവീതി. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നത് കൊണ്ടാവാം ഇവിടെ ഇത്രയധികം സ്റ്റോറുകൾ കാണപ്പെടുന്നത്. അങ്ങനെ ബോൺ നഗരത്തിൻ്റെ പ്രതാപമൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഈ തെരുവീതിയിൽ കൂടി കുറച്ചു നേരം നടക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ബോൺ നഗരത്തിലെ മൺഡേ മാർക്കറ്റാണ് ഈ കാണുന്നത്. ഞങ്ങൾ ചെന്നത് തിങ്കളാഴ്ച അല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ വലിയ തിരക്കില്ല. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആ തെരുവിൽ കൂടി നടക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലൊക്കെ ഏറെ കണ്ട് സുപരിചിതമായ DHL എന്ന ലോജിസ്റ്റിക് കമ്പനിയുടെ ഒരു വണ്ടി കാണുന്നത്. ഇത് അവരുടെ ഒരു സ്റ്റോറാണ്. ആ ഒരു സമയത്ത് മാത്രമാണ് DHLൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഈ ബോൺ നഗരമാണ് എന്നുള്ള സത്യം ഞാൻ അറിയുന്നത്. 1969 അമേരിക്കയിൽ വെച്ചാണ് ഈ ഒരു കമ്പനി സ്ഥാപിതമായത്. ഇതിൻ്റെ ഫൗണ്ടേഴ്സായ 3 പേരുടെയും പേരിൻ്റെ ആദ്യാക്ഷരങ്ങൾ കൂട്ടിയാണ് DHL എന്ന ഈ കമ്പനിക്ക് പേരിട്ടത്. കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ധാരാളം പുസ്തകങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പിലേക്ക് ആനിമുത്തശ്ശി കയറി. കൂടെ ഞങ്ങളും കയറി. ആനിമുത്തശ്ശി ഒരു നല്ല വായനക്കാരിയാണ്. ആ വീട് മുഴുവനും പുസ്തകങ്ങളാൽ നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയുവാൻ സാധിക്കും. 2 നിലകളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു പുസ്തക ഷോപ്പാണ് ഇത്. മുത്തശ്ശി ഇവിടെ കയറിയതിൻ്റെ ഉദ്ദേശം മരിയയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കുക എന്നുള്ളതാണെന്ന് ആ ഗിഫ്റ്റ് മരിയയ്ക്ക് കൊടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ബോണിനെക്കുറിച്ച് ജർമ്മൻ ഭാഷയിൽ എഴുതിയ ഒരു പുസ്തകമായിരുന്നു അത്. അതിനുശേഷം മുത്തശ്ശി മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ കയറി.
ഞങ്ങൾക്ക് വേണ്ടി ഒരാഴ്ച മുമ്പേ ആ റെസ്റ്റോറൻറ്റിലെ സീറ്റ് മുത്തശ്ശി വിളിച്ച് റിസർവ് ചെയ്തിരുന്നു. ഒരൊറ്റ ടൂറിസ്റ്റുകളെ പോലും ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ കണ്ടില്ല. നമ്മുടെ മുത്തശ്ശിയെ ആ റെസ്റ്റോറൻറ്റിലുള്ള എല്ലാവർക്കും നല്ല പരിചയമാണ്. വർഷങ്ങളായി മുത്തശ്ശി സ്ഥിരമായി വരുന്ന റെസ്റ്റോറൻ്റാണ് എന്ന് തോന്നുന്നു. ആര് വന്നാലും അവിടെ ആദ്യം അവർ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള റൊട്ടികളാണ്. നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്തതിന് ശേഷം കാത്തിരിക്കുന്ന സമയത്താണ് ഈ റൊട്ടിയും ബട്ടറും ഒക്കെ തരുന്നത്. കാത്തിരിപ്പിൻ്റെ മുഷിപ്പ് മാറ്റാൻ വേണ്ടിയായിരിക്കാം അവർ ഇത് തരുന്നത്. പാസ്തയും ഗ്രിൽസും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഭക്ഷണത്തിൻ്റെ രുചി കൊണ്ടാണോ അതോ പതിവില്ലാതെ കുറച്ചു ദൂരം നടന്നതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഓർഡർ ചെയ്ത എല്ലാ ഭക്ഷണവും വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ തീർത്തു. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ മുത്തശ്ശി ബില്ലടയ്ക്കാനായി കാഷ്യറിൻ്റെ അടുത്തേക്ക് പോയി. ബില്ലടച്ച് വരുന്ന വഴിക്ക് മുത്തശ്ശിയുടെ പരിചയക്കാരാണെന്ന് തോന്നുന്നു പലരും ഞങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. എല്ലാവരോടും വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി പറയുന്നുണ്ട് മുത്തശ്ശിയെ കാണാനായി ഇന്ത്യയിൽ നിന്ന് വന്നതാണ് ഞങ്ങളെന്ന്. ഭക്ഷണശേഷം ഞങ്ങൾ നേരത്തെ കണ്ട മാർക്കറ്റിൻ്റെ മുന്നിലേക്കാണ് ഇറങ്ങിയത്. ഇപ്പോഴവിടെ അത്യാവശ്യം തിരക്കായിട്ടുണ്ട്. ഭക്ഷണ സമയമായതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഐറ്റിനറി എല്ലാം തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആനി മുത്തശ്ശിയാണ്. അല്ലെങ്കിലും നമ്മളെ ആരാണോ ഗസ്റ്റായി ക്ഷണിക്കുന്നത് അവരാണ് ആ ദിവസത്തെ എല്ലാ പ്ലാനിങ്ങുകളും ചെയ്യേണ്ട ആൾ. നമ്മൾ മുത്തശ്ശിയുടെ കൂടെ ജസ്റ്റ് നടന്നാൽ മാത്രം മതി. ലോക പ്രശസ്തമായ റൈൻ നദിയുടെ തീരത്തേക്കാണ് മുത്തശ്ശി ഞങ്ങളെ കൊണ്ടെത്തിച്ചത്. ഈ റൈൻ നദിയുടെ തീരത്തുകൂടി നടക്കുമ്പോൾ അങ്ങ് ദൂരെയായി സീബൻബർഗർ എന്നറിയപ്പെടുന്ന മലനിരകൾ കാണാം. 7 മലനിരകൾ ഒരേപോലെ പൊങ്ങിയും താണും ഇരിക്കുന്നതിനെയാണ് സീബൻബർഗർ മലനിരകൾ എന്ന് പറയുന്നത്. സീബൻ എന്ന ജർമ്മൻ വാക്കിൻ്റെ അർത്ഥം 7 എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ 7 ഹിൽസ്. വലിയ വലിയ ചരക്ക് കപ്പലുകളും ഈ റൈൻ നദിയിൽ കൂടി പോകുന്നത് കാണാം നമുക്ക്. റൈൻ നദിയിൽ കൂടി ക്രൂയിസ് ഷിപ്പ് സവാരി ടൂറിസ്റ്റുകൾക്കായി ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ക്ലൂക്കിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഞങ്ങളുടെ കയ്യിൽ സമയം പരിമിതമായതുകൊണ്ടും ഞങ്ങളുടെ ഐറ്റിനറിയൊക്കെ ആനിമുത്തശ്ശി പ്ലാൻ ചെയ്തതുകൊണ്ടും ക്രൂയിസ് ഷിപ്പ് സവാരിയൊന്നും വേണ്ട എന്നാണ് ആദ്യം തന്നെ തീരുമാനിച്ചത്. റൈൻ നദിയുടെ തീരത്ത് തന്നെ ധാരാളം പാർക്കുകളും അതുപോലെ തന്നെ റൈൻ നദി വീക്ഷിക്കുവാനായി ഒരുപാട് സ്ഥലങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു ഉയർന്ന സ്ഥലത്ത് ഞങ്ങൾ കയറി നിന്ന് റൈൻ നദി കാണുവാൻ തുടങ്ങി. യൂറോപ്പിലെ ഏറ്റവും വലിയ നദി എന്ന പ്രത്യേകത കൂടി ഈ റൈൻ നദിക്കുണ്ട്. ബോൺ നഗരം അറിയപ്പെടുന്നത് ദ സിസ്റ്റർ സിറ്റി ഓഫ് റൈൻ എന്നാണ്. ബോൺ കോട്ട് ഗാർഡനാണ് ഈ കാണുന്നത്. ബോൺ യൂണിവേഴ്സിറ്റിയിലെ ഒരുപാട് ബിൽഡിങ്ങുകളും ഈ ഒരു ഗാർഡനോട് ചേർന്ന് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ അവിടുത്തെ പാർക്കിലിരുന്ന് കുറച്ചു നേരം റൈൻ നദിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചതിന് ശേഷം ബോണിൽ നമ്മൾ ആദ്യം ബസ് ഇറങ്ങിയ ആ ഒരു മാർക്കറ്റ് ഏരിയയിലേക്ക് തിരിച്ചു നടന്നു. അങ്ങനെ മുത്തശ്ശി പറഞ്ഞ എന്തൊക്കെയോ ഐറ്റംസ് ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിക്കുവാൻ തുടങ്ങി. ഐസ്ക്രീമൊക്കെ ഓർഡർ ചെയ്ത് അത് ആസ്വദിച്ച് കഴിക്കുന്ന നമ്മുടെ ആനി മുത്തശ്ശിയെ കുറച്ചു നേരം ഞാൻ നോക്കിയിരുന്നു. മുത്തശ്ശിക്ക് ഏറ്റവും ഇഷ്ടം മധുരമാണ്. അത് ആ ആസ്വദിച്ചുള്ള കഴിപ്പ് കാണുമ്പോൾ മനസ്സിലാവും. പ്രായമാകുമ്പോൾ മനുഷ്യർ തൻ്റെ ബാല്യത്തിലേക്കാണ് തിരിച്ചു പോകുന്നത് എന്ന് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ള ചേഷ്ടകളായിരുന്നു മുത്തശ്ശിയിൽ ഞാൻ ആ സമയത്ത് കണ്ടത്. ബാക്ക്ഗ്രൗണ്ടിൽ മണി ഹേസ്റ്റിലെ ചാവുബെല്ല സോങ് ആരോ വയലിനിൽ വായിക്കുന്നുണ്ട്. 4 മണിയായപ്പോഴേ പതുക്കെ സൂര്യനൊക്കെ അസ്തമിച്ച് ഇരുട്ട് വീഴുവാൻ തുടങ്ങിയിരിക്കുന്നു. മാർക്കറ്റ് ലൈറ്റൊക്കെ ഇട്ട് കുറച്ചുകൂടി സജീവമായി. മുത്തശ്ശിയുടെ വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം വേണം ഞങ്ങൾക്ക് ക്രഫൽഡിലേക്ക് മടങ്ങാൻ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഞങ്ങളുടെ ഈ യാത്രയെല്ലാം അവസാനിപ്പിച്ച് തിരിച്ച് പതുക്കെ യാത്രയായി. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയും ഞങ്ങളുടെ ഈ ആനി മുത്തശ്ശിയെയും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയ കാഴ്ചകളും വീഡിയോയുമായി വരും വരെ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്.